ഇത് പാർട്ട് 5 വീഡിയോയുടെ കണ്ടിന്യൂഷനാണ്. ഓക്കെ, ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ എല്ലാ ടേംസും ഡിസ്കസ് ചെയ്തില്ല. ബാക്കിയുള്ള ടേംസാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പിന്നീട് ഡിഫറൻസ് ബിറ്റ്വീൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ്ങും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഓർഡറിങ് കോസ്റ്റ്. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ വേറെ കുറേ കോസ്റ്റുകൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അതായത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താണ്, സങ് കോസ്റ്റ് എന്താണ്, ഇംപ്യൂട്ടഡ് കോസ്റ്റ് എന്താണ്, ദെൻ എസ്റ്റിമേറ്റഡ് കോസ്റ്റ്, സ്റ്റാൻഡേർഡ് കോസ്റ്റ്, അങ്ങനെ കുറേയേറെ കോസ്റ്റുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് ബാക്കിയുള്ളതാണ് ഇതൊക്കെ. ഫസ്റ്റ് വൺ ഇസ് ഓർഡറിങ് കോസ്റ്റ്. ഓർഡറിങ് കോസ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും റോ മെറ്റീരിയലോ അല്ലെന്നുണ്ടെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സോ ഒക്കെ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഇൻകർ ചെയ്യുന്നതാണ് ഓർഡറിങ് കോസ്റ്റ്. So ordering cost is the cost of placing one order at a time to purchase a particular material. It includes all the cost for getting an item into the firm's inventory. ഇപ്പോൾ ഓർഡറിങ് കോസ്റ്റ്, അതായത് നമ്മളൊരു ഓർഡർ പ്ലേസ് ചെയ്യുന്നതിന് ഇൻകർ ചെയ്യുന്ന കോസ്റ്റിനെയാണ് ഓർഡറിങ് കോസ്റ്റ്. ഇറ്റ് ക്യാൻ ബി റോ മെറ്റീരിയൽ ഓർ ഇറ്റ് ക്യാൻ ബി എനി ഫിനിഷ് പ്രോഡക്റ്റ് ഇഫ് ഇറ്റ് ഈസ് എ ട്രേഡിംഗ് ബിസിനസ്. സാധാരണ ഓർഡർ കോസ്റ്റിങ്ങിൽ വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് ക്ലറിക്കൽ കോസ്റ്റ് ഫോർ എക്സിക്യൂഷൻ ഓഫ് ആൻ ഓർഡർ, ദെൻ ടെലിഫോൺ ചാർജസ് ഓർ ഇൻ്റർനെറ്റ് ചാർജസ്, ദെൻ കോസ്റ്റ് ഓഫ് സ്റ്റേഷനറി യൂസ്ഡ് ഇൻ ഓർഡറിങ് ദി ഗുഡ്സ്, ദെൻ ട്രക്കിംഗ് കോസ്റ്റ്. ഇത് ട്രാൻസ്പോർട്ട് ചെയ്തുകൊണ്ട് വരാൻ നമുക്ക് ട്രക്കിംഗ് കോസ്റ്റ് ഇൻകർ ചെയ്യും. അപ്പോൾ ഇതെല്ലാം എന്തിനകത്ത് വരുന്നതാണ് ഓർഡറിങ് കോസ്റ്റ്. അതായത് ഒരു ഓർഡർ പ്ലേസ് ചെയ്യുന്നതിന് നമുക്ക് എത്ര കോസ്റ്റ് ആവും. ഈ ഒരു ഓർഡറിൽ ചിലപ്പം 500 യൂണിറ്റ്സ് ഓഫ് മെറ്റീരിയൽ ആയിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ 1000 യൂണിറ്റ്സ് ഓഫ് മെറ്റീരിയൽ ആയിരിക്കും വരുന്നത്. ദാറ്റ് ഡസൻറ്റ് മാറ്റർ. ഹൗ മച്ച് ഇസ് ദ ഓർഡറിങ് കോസ്റ്റ് ഫോർ വൺ ഓർഡർ. ഓക്കെ, അതാണ് ഓർഡറിങ് കോസ്റ്റ്. പിന്നീട് ക്യാരിയിങ് കോസ്റ്റ്. അതായത് നമ്മൾ ഈ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ ഇത് റിസീവ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുന്നത്, ഈ മെറ്റീരിയൽ റിസീവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്നതാണ് ക്യാരിയിങ് കോസ്റ്റ്. Carrying cost is the cost incurred on carrying or storing or maintaining inventory in the store. It can be interest on money locked up in the inventory, then loss of inventory obsolescence, storage space, rent, then cost of stores operation come under carrying cost. അപ്പോൾ carrying costil സാധാരണ ഇൻക്ലൂഡ് ചെയ്യുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ഇപ്പം ഈ റോ മെറ്റീരിയൽ വാങ്ങി സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. വെറുതെ ആയിട്ട് നമുക്ക് ഇൻവെൻട്രി ഗുഡ്സ് വിൽക്കാറില്ല. സോ വി ഹാവ് ടു പേ ദം മണി. അപ്പോൾ അത്രയും എമൗണ്ട് ഇൻവെൻട്രിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് അതിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ കിട്ടാതെ പോവുമല്ലേ. അതായത് ഇപ്പം ആ എമൗണ്ട് ഇൻവെൻട്രി വാങ്ങാതെ ബാങ്കിൽ കൊണ്ടിട്ടിരുന്നെങ്കിൽ അതിന് നമുക്ക് എന്ത് കിട്ടിയേനെ, ഒരു റിട്ടേൺ കിട്ടിയേനെ, ഇൻട്രസ്റ്റ് കിട്ടിയേനെ. നമ്മളത് ഇൻവെൻട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ആ ഇൻട്രസ്റ്റ് നമുക്ക് പോവുകയാണ്, ആ ബെനിഫിറ്റ് നമുക്ക് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അത് എന്താണ്, ആ നഷ്ടപ്പെടുന്ന ഇൻട്രസ്റ്റ് നമ്മുടെ കോസ്റ്റാണ്. ആ കോസ്റ്റിന് ക്യാരിയിങ് കോസ്റ്റ് എന്നാണ് പറയാറുള്ളത്. അതാണ് ഇൻട്രസ്റ്റ് ഓൺ മണി ലോക്ക്ഡ് അപ്പ് ഇൻ ഇൻവെൻട്രി എന്ന് പറയുന്നത്. പിന്നീട് എന്തെങ്കിലും ഇതിങ്ങനെ സ്റ്റോർ ചെയ്തിരിക്കുന്ന സമയത്ത് ഒബ്സലസൻസിലൂടെയും, ഒബ്സലൻസ് മീൻസ് ഔട്ട്ഡേറ്റഡ് ആവും ഈ ഇൻവെൻട്രീസ്. പിന്നീട് ഈ സ്റ്റോറേജ് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഒരു ഗോഡൗണിലൊക്കെ ആയിരിക്കും, അവിടുത്തെ റെൻറ്റ് കൊടുക്കണം. പിന്നീട് അവിടുത്തെ സ്റ്റോഴ്സ് പേഴ്സണലിൻ്റെ സാലറിയും അത് എക്സ്പെൻസ്, ഇതെല്ലാം എന്തിനകത്ത് വരുന്നതാണ്, ക്യാരിയിങ് കോസ്റ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഐറ്റംസാണ്. ഇത് സാധാരണ വരുന്നത് ഇൻവെൻട്രിക്ക് ഓർഡർ പ്ലേസ് ചെയ്യുമ്പോഴാണ് ഓർഡറിങ് കോസ്റ്റും ദെൻ ക്യാരിയിങ് കോസ്റ്റും ഒക്കെ വരാറുള്ളത്. നെക്സ്റ്റ് ഇസ് ഔട്ട് ഓഫ് സ്റ്റോക്ക് കോസ്റ്റ്. Out of stock cost is the loss in profit due to an item becoming out of stock. It includes the loss of sales, then loss of goodwill, then loss on account of customers' dissatisfaction and all, etc. അപ്പോൾ ഇങ്ങനെയാണ് ഔട്ട് ഓഫ് സ്റ്റോക്ക്. അതായത് നമ്മൾ ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ ഒരു ഷോപ്പിൽ ചെല്ലുന്ന, അപ്പോൾ അവിടെ ആ പ്രോഡക്റ്റ് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമർ ചിലപ്പം പിന്നീട് ഒരിക്കലും ആ സ്റ്റോറിലോട്ട് പോകണമെന്നില്ല. കാരണം അവിടെ ചെന്നാലും നമ്മൾ ഇത്രയും ട്രാവൽ ചെയ്ത് അവിടെ ചെന്ന് നമ്മുടെ ടൈമും മണിയെല്ലാം സ്പെൻഡ് ചെയ്ത് അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഈ പ്രോഡക്റ്റ് അവിടെ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈമിൽ നമ്മൾ ആ സ്റ്റോറിൽ പോകണമെന്നില്ല. അപ്പോൾ എന്ത് സംഭവിക്കും, ലോസ് ഓഫ് സെയിൽ. ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ആ കസ്റ്റമറിനെ അവർക്ക് നഷ്ടപ്പെടുകയാണ്, ലോസ് ഓഫ് സെയിൽ. ആ നഷ്ടം എന്തുകൊണ്ടുണ്ടായതാണ്, ഔട്ട് ഓഫ് സ്റ്റോക്ക് കൊണ്ടുണ്ടായ നഷ്ടമാണ്. അതിന് നമ്മൾ എന്തെന്നാണ് വിളിക്കാറുള്ളത്, ഔട്ട് ഓഫ് സ്റ്റോക്ക് കോസ്റ്റ്. പിന്നെ ലോസ് ഓഫ് ഗുഡ്വിൽ. ഇപ്പോൾ അവിടെ ചെന്നാൽ അവിടെ നമ്മൾ ആവശ്യപ്പെടുന്ന പ്രോഡക്റ്റ്സ് അവൈലബിൾ അല്ല എന്ന് പറയുന്നത് ആ ബിസിനസ്സിൻ്റെ റെപ്യൂട്ടേഷനെ തന്നെ ബാധിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അതിനെയാണ് ലോസ് ഓഫ് ഗുഡ്വിൽ എന്ന് പറയുന്നത്. പിന്നീട് ലോസ് ഓൺ അക്കൗണ്ട് ഓഫ് കസ്റ്റമേഴ്സ് ഡിസാറ്റിസ്ഫൈഡും ആവും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ലോസുകളെയാണ് ഔട്ട് ഓഫ് സ്റ്റോക്ക് അവൈലബിൾ അല്ലാത്ത റീസൺ കൊണ്ടുണ്ടാകുന്ന നഷ്ടങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഔട്ട് ഓഫ് സ്റ്റോക്ക് കോസ്റ്റ് എന്ന് പറയുന്നത്. പിന്നീട് നെക്സ്റ്റ് ഐറ്റം ഇസ് നോർമൽ കോസ്റ്റ്.
അതായത് ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് സർവീസ് റെൻഡർ ചെയ്യുമ്പോഴോ ഒക്കെ നോർമലി ഉണ്ടാവുന്ന കോസ്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത് നോർമൽ കോസ്റ്റ്. ഇറ്റ്സ് എ കോസ്റ്റ് which is normally incurred at a given level of output in the condition in which that level of output is normally attained. It is a part of cost of production. നമ്മൾ എത്ര കൺട്രോൾ ചെയ്താലും ആ കോസ്റ്റ് നമുക്ക് കൺട്രോൾ എന്തായാലും ഇതേപോലുള്ള കോസ്റ്റ് ഇൻകർ ചെയ്യുക തന്നെ ചെയ്യും. അങ്ങനെയുള്ള കോസ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയാറുള്ളത് നോർമൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അബ്നോർമൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് നോർമൽ കോസ്റ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാറുണ്ട്. അതിന് നമ്മൾ എത്ര ശ്രമിച്ചാലും കൺട്രോൾ ചെയ്യാനും പറ്റില്ല. അപ്പം നേരെ മറിച്ച് നോർമൽ കോസ്റ്റിനെക്കാട്ടിലും അതിൻ്റെ മുകളിലേക്ക് കോസ്റ്റ് ഇൻകർ ആവുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത് അബ്നോർമൽ കോസ്റ്റ്. ഇറ്റ്സ് എ കോസ്റ്റ് വിച്ച് ഇസ് നോട്ട് നോർമലി ഇൻകേർഡ് അറ്റ് എ ഗിവൺ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഇൻ ദി കണ്ടീഷൻ ഇൻ വിച്ച് ദാറ്റ് ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഇസ് നോർമലി അറ്റൈൻഡ്. അതായത് ആ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് സാധാരണ നമ്മൾ അത്രയും കോസ്റ്റ് ഇൻകർ ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് എല്ലാത്തിനും ഒരു സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഉണ്ടാവും. അതിന് മുകളിലേക്ക് ഇൻകർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലാണ് അതിനെ എന്തെന്ന് പറയുന്നത് അബ്നോർമൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ്സ് loss due to accidental or unexpected causes, then it is not included in the cost of production but is charged to the costing profit and loss account. അത് അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത് നമ്മുടെ കെയർലെസ്നെസ് കൊണ്ടുണ്ടാവുന്നതാണ് അബ്നോർമൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് യഥാർത്ഥത്തിൽ എന്ത് കോസ്റ്റ് ഇൻകർ ചെയ്താലും നമ്മൾ ഫൈനലി അത് ആരുടെ നിന്നാണ് കളക്ട് ചെയ്യാറുള്ളത്? കസ്റ്റമേഴ്സിൻ്റെ അതിൽ നിന്ന് സെല്ലിംഗ് പ്രൈസ് എന്നുള്ള രീതിയിലാണ് കളക്ട് ചെയ്യുന്നത്. അതായത് ഈ കോസ്റ്റും അതിൻ്റെ കൂടെ പ്രോഫിറ്റും ഒക്കെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ ബിസിനസ് സ്ഥാപനം എന്ത് പൈസ ചിലവാക്കിയാലും അത് ഫൈനലി കസ്റ്റമേഴ്സിൽ നിന്ന് ചാർജ് ചെയ്തെടുക്കും. ഇപ്പോൾ നോർമൽ കോസ്റ്റ് ആണെങ്കിലും അത് ആരുടെ നിന്നാണ് ചാർജ് ചെയ്തെടുക്കുന്നത്? കസ്റ്റമേഴ്സിൻ്റെ നിന്നാണ്. പക്ഷേ അബ്നോർമൽ ലോസ് വരുവാണെങ്കിൽ നമ്മൾ ഒരിക്കലും അത് ആരിൽ ചാർജ് ചെയ്ത് കൊടുക്കരുത്? കസ്റ്റമേഴ്സിൽ നിന്ന് ചാർജ് ചെയ്ത് കൊടുക്കരുത്. കാരണം നിങ്ങൾക്ക് തോന്നാൻ ഇത് കോസ്റ്റ് അല്ലേ, അതിന് ചാർജ് ചെയ്ത് കൊടുത്തുകൊണ്ട് കുഴപ്പമില്ലല്ലോ, അവരറിയില്ലല്ലോ എന്ന്. അവരറിയും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അബ്നോർമൽ കോസ്റ്റും കൂടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ ചേർക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടി അതിനനുസരിച്ച് നമ്മൾ പ്രോഫിറ്റ് ആഡ് ചെയ്ത് വരുമ്പോൾ നമ്മളൊരു ഹയർ സെല്ലിംഗ് പ്രൈസിലായിരിക്കും ഈ പ്രോഡക്റ്റ് ഓഫർ ചെയ്യാൻ പോകുന്നത്. പക്ഷേ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിന് ഇങ്ങനൊരു അബ്നോർമൽ ലോസ് ഇല്ല, അപ്പോൾ അബ്നോർമൽ കോസ്റ്റ് ഇല്ല. അപ്പോൾ ആ കോസ്റ്റ് അവർ ആ കോസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാത്തതുകൊണ്ട് അവരുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അത്രയും കുറഞ്ഞിരിക്കും. അതുപോലെ അവരുടെ സെല്ലിംഗ് പ്രൈസും താഴ്ന്നു നിൽക്കും. നമ്മൾ 10 രൂപയ്ക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആകുന്ന സാധനം നമുക്ക് അബ്നോർമൽ കോസ്റ്റ് ഉണ്ടായതുകൊണ്ട് നമുക്കത് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടി എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ടതുകൊണ്ട് നമ്മൾ 15 രൂപ ചാർജ് ചെയ്യാൻ പോവുകയാണ് ഇതെല്ലാം റിക്കവർ ചെയ്ത് കിട്ടാൻ വേണ്ടി. ആരെങ്കിലും നമ്മൾ പ്രോഡക്റ്റ് വാങ്ങുമോ? സെയിം ക്വാളിറ്റി പ്രോഡക്റ്റ് 10 രൂപയ്ക്ക് അവൈലബിൾ ആണ്. പക്ഷേ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് 15 രൂപയ്ക്കാണ് വിൽക്കുന്നത്. കാരണം നമ്മൾ അബ്നോർമൽ കോസ്റ്റ് എല്ലാം കൂടാണ് കവർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കെയർലെസ്നെസ് കൊണ്ടുണ്ടായ കോസ്റ്റും നമ്മൾ ആരിൽ അടിച്ചേൽപ്പിക്കാൻ പോവുകയാണ്? കസ്റ്റമേഴ്സിന്. അതൊരിക്കലും അങ്ങനൊരു ബിസിനസ് ഒരിക്കലും മുന്നോട്ട് പോകില്ല. അതുകൊണ്ടാണ് അബ്നോർമൽ ലോസ് നമ്മൾ ഒരിക്കലും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിലോട്ട് ആഡ് ചെയ്യില്ല. അബ്നോർമൽ ലോസ് അല്ലെങ്കിൽ അബ്നോർമൽ കോസ്റ്റ് എന്ന് പറയും. അതൊരിക്കലും നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിലോട്ട് ആഡ് ചെയ്ത് അത് ബിസിനസ്സിൻ്റെ ഒരു നഷ്ടം എന്നും പറഞ്ഞ് കോസ്റ്റിംഗ് P&L അക്കൗണ്ടിൽ എഴുതിയേ ചെയ്യാവുള്ള ലോസ് എന്നും പറഞ്ഞിട്ട് അത് ബിസിനസ് സഹിച്ചോണം ആ നഷ്ടം. ഇതാണ് അബ്നോർമൽ കോസ്റ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കോസ്റ്റുകളെക്കുറിച്ച്. അപ്പോൾ നമ്മൾ ഒരുവിധം എല്ലാ കോസ്റ്റുകളും കവർ ചെയ്ത് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത കോസ്റ്റ് എന്ന് പറയുന്നത് വൺ ഇസ് ഓർഡറിംഗ് കോസ്റ്റ്. ദാറ്റ്സ് ദ കോസ്റ്റ് ഇൻകേർഡ് ഫോർ പ്ലേസിംഗ് ആൻ ഓർഡർ. ഇറ്റ് ക്യാൻ ബി ദ ക്ലറിക്കൽ കോസ്റ്റ് ഫോർ എക്സിക്യൂഷൻ ഓഫ് ആൻ ഓർഡർ, ദെൻ ടെലിഫോൺ ചാർജസ് ഓർ ഇൻ്റർനെറ്റ് ചാർജസ് കണക്റ്റഡ് വിത്ത് ഓർഡറിംഗ്, then cost of stationery use, then trucking cost. These are examples for ordering cost. പിന്നെ നമ്മൾ കണ്ടത് carrying cost ആണ്. Carrying cost is the cost of carrying or storing the materials in the store. ഇതിനകത്ത് സാധാരണ വരുന്ന കോസ്റ്റുകളെന്ന് പറഞ്ഞാൽ ക്യാരിങ് കോസ്റ്റിൽ ഇൻട്രസ്റ്റ് ഫോർ മണി ഇൻവെസ്റ്റഡ് ഇൻ മെറ്റീരിയൽ, ദെൻ ഇൻഷുറൻസ് ഓഫ് ദാറ്റ് ഗുഡ് സ്റ്റോർഡ്, ദെൻ റെൻറ്റ് ഓഫ് ദി ഗോ ഡൗൺ, ദെൻ സാലറീസ് ആൻഡ് അതർ എക്സ്പെൻസ് ഓഫ് സ്റ്റോർസ് പേഴ്സണൽ. ഇതൊക്കെയാണ് സാധാരണ നമ്മൾ ക്യാരിങ് കോസ്റ്റിൽ കൺസിഡർ ചെയ്യാറുള്ളത്. ഓക്കെ. പിന്നീട് കണ്ടതാണ് നോർമൽ കോസ്റ്റും അബ്നോർമൽ കോസ്റ്റും. നോർമൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ദ കോസ്റ്റ് വിച്ച് ഇസ് നോർമലി ഇൻകേർഡ് അറ്റ് എ ഗിവൺ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. അതായത് നമ്മൾ നോർമലി ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നോർമലി ഉണ്ടാകുന്ന കോസ്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത് നോർമൽ കോസ്റ്റ്. അബ്നോർമൽ എന്ന് പറഞ്ഞാലോ നോർമൽ കോസ്റ്റിനെക്കാട്ടി കൂടുതൽ കോസ്റ്റ് ഇൻകർ ചെയ്യേണ്ടി വന്നാൽ അതെന്തുകൊണ്ടാണ്? ചിലപ്പം അവിടെ അൺഎക്സ്പെക്റ്റഡ് ലോസും തെഫ്റ്റും ഒക്കെ ഉണ്ടാവാം. അത് നമ്മുടെ കെയർലെസ്നെസ് കൊണ്ട് ഉണ്ടാവുന്നതാണ്. അങ്ങനെ ഉണ്ടാകുന്ന കോസ്റ്റുകളെയാണ് എന്തെന്ന് പറയുന്നത് അബ്നോർമൽ കോസ്റ്റ് എന്ന് പറയാറുള്ളത്. ഇനി നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് നോക്കാം. ഓക്കെ. ഫസ്റ്റ് ഡിഫറൻസ് ഇസ്
ആദ്യത്തെ കോളത്തിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ആണ്, അടുത്ത കോളത്തിൽ സെക്കൻഡ് കോളത്തിലാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നിങ്ങൾ പണ്ടുതൊട്ടേ പഠിച്ചു വരുന്നതാണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഇസ് എ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ടു അസർടൈൻ പ്രോഫിറ്റ് ഓർ ലൂസ് ആൻഡ് ടു ഷോ ദി ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ബിസിനസ്. ഇതിന് കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ തന്നെ ഉദ്ദേശം എന്താണ്? ടു അസർടൈൻ ദി പ്രോഫിറ്റ് ഓർ ലൂസ് ആൻഡ് ടു know about the financial position of the business. Financial position means position of assets and liabilities. Cost accounting എന്ന് പറഞ്ഞാൽ എന്താ? കോസ്റ്റ് അക്കൗണ്ടിങ് ഇസ് ദി റെക്കോർഡിംഗ് ഓഫ് എക്സ്പെൻസ്. കോസ്റ്റ് അക്കൗണ്ടൻസി അല്ല, കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്ത് മാത്രമേ ഉള്ളൂ? റെക്കോർഡിംഗ് ഓഫ് എക്സ്പെൻസസ് ഇൻകേർഡ് ഇൻ മാനുഫാക്ചറിങ് എ പ്രോഡക്റ്റ് ഓർ റെൻഡറിങ് സർവീസ്. ഇതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെയും കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെയും മീനിങ്. ഇനി ഒബ്ജക്റ്റീവ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? To ascertain the profitability of the undertaking and to exhibit or show the financial position. Whereas the objective of cost accounting is to help the management in cost control, cost reduction and decision making. Okay, അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. നെക്സ്റ്റ് ഇസ് another difference is financial accounting are kept as per the Companies Act and Income Tax Act. അപ്പോൾ അതായത് പ്രോഫിറ്റ് എന്തായാലും ഇറ്റ്സ് മാൻഡേറ്ററി ഫോർ എവറി public limited company or private limited company to prepare to maintain their accounts. Financial accounting must ആണ്, മാൻഡേറ്ററി ആണ്. അത് കമ്പനീസ് ആക്ട് പ്രകാരവും ഇൻകം ടാക്സ് ആക്ട് പ്രകാരവും എല്ലാം. കാരണം പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തെങ്കിൽ മാത്രമേ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനം ഏൺ ചെയ്യുന്ന പ്രോഫിറ്റ് എത്രയാണെന്ന് മനസ്സിലാവും. അതനുസരിച്ച് വേണം ഇൻകം ടാക്സ് അതോറിറ്റിക്ക് ഇൻകം ടാക്സ് ചാർജ് ചെയ്യാനായിട്ട്. പിന്നീട് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് അക്കൗണ്ട്സ് ആർ കെപ്റ്റ് മെയിൻലി ടു മീറ്റ് ദ റിക്വയർമെൻറ്റ്സ് ഓഫ് മാനേജ്മെൻറ്റ്. ആർക്ക് വേണ്ടി മാത്രമാണ്? മാനേജ്മെൻറ്റിന് ഓരോ ഡിസിഷൻ എടുക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ എന്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് അനദർ ഡിഫറൻസസ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആർ പ്രിപ്പയർഡ് ബൈ ഫിനാൻഷ്യൽ അക്കൗണ്ടൻസ്. അതിൻ്റെ ആ കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്ത് വരുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടൻസ് എന്നാണ് പറയാറുള്ളവരെ. കോസ്റ്റ് അക്കൗണ്ടിങ് മെയിൻറ്റെയിൻ ചെയ്യുന്നവരെ നമ്മൾ എന്തെന്നാണ് പറയാറുള്ളത്? കോസ്റ്റ് അക്കൗണ്ടൻസ് എന്നാണ് പറയാറുള്ളത്. അനദർ ഡിഫറൻസസ് കോസ്റ്റ് അക്കൗണ്ടിങ് കവേഴ്സ് ദി അക്കൗണ്ട്സ് ഓഫ് ദി ഹോൾ ബിസിനസ് റിലേറ്റിംഗ് ടു ഓൾ കമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ. എല്ലാ ട്രാൻസാക്ഷനെയും കവർ ചെയ്യും. അസറ്റ്സിനെയും ലയബിലിറ്റീസിനെയും ഇൻകത്തിനെയും എക്സ്പെൻസിനെയും എല്ലാം കവർ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ബട്ട് കോസ്റ്റ് അക്കൗണ്ടിങ് കവേഴ്സ് ഓൺലി the transaction relating to manufacturing or sale of products and service. നമ്മളെടുത്ത് നോക്കിയാൽ നമ്മൾ എവിടെയും അസറ്റോ ലയബിലിറ്റി ഒന്നും റെക്കോർഡ് ചെയ്യുന്നില്ല കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ. അത് നിങ്ങളിനി പഠിച്ചു വരുമ്പോൾ മനസ്സിലാവും. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ എല്ലാ ആസ്പെക്ട്സും ഓൾ കമേഴ്ഷ്യൽ ആസ്പെക്ട്സ് ആർ റെക്കോർഡഡ് ഇഫ് ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ മോണിറ്ററി ടേംസ്. ബട്ട് ഇൻ കോസ്റ്റ് അക്കൗണ്ടിങ് വി ആർ കൺസിഡറിങ് ഓൺലി ദ കോസ്റ്റും പിന്നീട് പ്രോഫിറ്റും കണ്ടെത്താറുണ്ട്. പക്ഷേ അത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് മാത്രമാണ് മാനുഫാക്ചറിങ് ആൻഡ് സെയിൽ ഓഫ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്. നെക്സ്റ്റ് ഡിഫറൻസസ് in financial accounting records the expenses which have already been incurred. ഓൾറെഡി ഇൻകർ ചെയ്ത കാര്യങ്ങളെയാണ് നമ്മൾ എവിടെ അനലൈസ് ചെയ്യുന്നത്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ. ഇപ്പം നമ്മുടെ ഈ മാസത്തെ റെൻറ്റ് അല്ലെങ്കിൽ ഈ വർഷത്തെ റെൻറ്റ് ഇത്ര രൂപയാണെന്ന് അറിയാം. അത് ആ റെൻറ്റ് കൊടുത്തല്ലേ പറ്റൂ. അങ്ങനെയുള്ള കാര്യങ്ങൾ, നടന്ന സംഭവങ്ങൾ മാത്രമാണ് നമ്മൾ നടന്നതും വരും. ഈ വർഷം ചിലപ്പം റെൻറ്റ് അൺപെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ അത് ഈ വർഷത്തെ റെൻ്റ് ആണെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ് ഗിവ്സ് ഇമ്പോർട്ടൻസ് ടു എസ്റ്റിമേറ്റ്സ് ഫോർ ഫ്യൂച്ചർ. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഒന്നും എസ്റ്റിമേറ്റ് ചെയ്ത് നമ്മൾ എഴുതാറില്ല. എല്ലാം ആക്ച്വൽ ഫാക്ട്സ് മാത്രമാണ് എവിടെ എഴുതാറുള്ളത്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ. വേറെസ് ഇൻ കോസ്റ്റ് അക്കൗണ്ടിങ് വി യൂസ് എസ്റ്റിമേറ്റഡ് ഫിഗേഴ്സ്. പിന്നീട് അതർ ഡിഫറൻസ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് റെക്കോർഡ്സ് ട്രാൻസാക്ഷൻ അക്കോർഡിംഗ് ടു ദെയർ നേച്ചർ, ദാറ്റ് ഈസ് റവന്യൂ ആൻഡ് ക്യാപിറ്റൽ. ഇപ്പോൾ റവന്യൂ ഐറ്റംസ് എല്ലാം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിലും ക്യാപിറ്റൽ ഐറ്റംസ് എല്ലാം നമ്മൾ ബാലൻസ് ഷീറ്റിലുമാണ് കാണിക്കാറുള്ളത്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിലാണെങ്കിലോ കോസ്റ്റ് അക്കൗണ്ടിങ് റെക്കോർഡ്സ് ട്രാൻസാക്ഷൻ അക്കോർഡിംഗ് ടു ദി പേർപ്പസ് ഫോർ വിച്ച് ദ കോസ്റ്റ് ആർ ഇൻകർഡ്. പേർപ്പസിന് ഏത് പേർപ്പസിന് വേണ്ടിയാണ്? മാനുഫാക്ചറിങ്ങിനാണോ, അത് ഓഫീസിലേക്കാണോ, ഓഫീസിലെ കോസ്റ്റാണോ, അത് ഫാക്ടറിയിലെ കോസ്റ്റാണോ, അങ്ങനെ വേർതിരിച്ചാണ് നമ്മൾ എഴുതാറുള്ളത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ. പിന്നീട് സ്റ്റോക്ക് വാല്യുവേഷനാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൽ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ സ്റ്റോക്ക് കാണിക്കാറുണ്ട് അല്ലേ? അപ്പോൾ സ്റ്റോക്ക് ഇസ് വാല്യൂഡ് അറ്റ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് ഇസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസ് ഓർ നെറ്റ് റിയലൈസബിൾ വാല്യൂ വിച്ച് എവർ ഇസ് ലോവർ. അങ്ങനെയാണ് പറയുന്നത്.
സ്റ്റോക്കിന് എങ്ങനെ വാല്യൂ എന്നാണ് പറയുന്നത്? ഒന്നീ കോസ്റ്റ് പ്രൈസിന്, അല്ലാന്നുണ്ടെങ്കിൽ നെറ്റ് റിയലൈസബിൾ വാല്യൂ വിച്ച് എവർ ഇസ് ലോവർ. ഏതാണ് ലോവർ ആ വാല്യൂ യൂസ് ചെയ്തോളൂ. കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ? ആ സ്റ്റോക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ സ്പെൻഡ് ചെയ്ത എമൗണ്ടിനെയാണ് എന്തെന്ന് പറയുന്നത്? കോസ്റ്റ് പ്രൈസ്. ഇപ്പോൾ സ്റ്റോക്ക് എന്ന് പറയുന്നത് അൺസോൾഡ് ഗുഡ്സ് അല്ല. അതിനകത്ത് അതെങ്ങനെ വാല്യൂ ചെയ്യാൻ പറ്റും? നമ്മളെ കൊണ്ട് കോസ്റ്റ് പ്രൈസിൽ വാല്യൂ ചെയ്യാൻ പറ്റും. കാരണം എപ്പോഴാണ് പ്രോഫിറ്റും കൂടെ വരുന്നത്? അതിനെ വിറ്റെങ്കിൽ മാത്രം നമുക്ക് അതിനകത്ത് എന്തിനെ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കൂ? പ്രോഫിറ്റിനെ ആണ്. സ്റ്റോക്ക് ഈസ് ഓൾവേസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസ്. അതിനൊരു യുക്തിയുണ്ട്. പിന്നീട് അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ പറയുന്നു. ഒന്നീ കോസ്റ്റ് പ്രൈസിൽ, അല്ലെങ്കിൽ ഏത് വാല്യൂല? നെറ്റ് റിയലൈസബിൾ വാല്യൂ. അതൊരു ന്യൂ ടേം ആയിരിക്കും നിങ്ങൾക്ക്. നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. മാർക്കറ്റ് വാല്യൂ ഓഫ് ദാറ്റ് ഗുഡ്സ് മൈനസ്, അതായത് എസ്റ്റിമേറ്റഡ് മാർക്കറ്റ് വാല്യൂ ഓഫ് ദാറ്റ് ഗുഡ്സ് ഓർ സർവീസസ്, അതിൽ നിന്നും നമ്മൾ കോസ്റ്റ് ഓഫ് ദെയർ സെയിൽ ഓർ ഡിസ്പോസൽ, അതായത് ഇത് വിൽക്കാൻ വേണ്ടി പിന്നീട് എന്തെങ്കിലും ചിലവാകുകയാണെന്നുണ്ടെങ്കിൽ അതിനെ മൈനസ് ചെയ്ത് കിട്ടുന്ന ആ ഫിഗറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നെറ്റ് റിയലൈസബിൾ വാല്യൂ. നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും? മാർക്കറ്റ് വാല്യൂ ഓഫ് ദാറ്റ് ഗുഡ്സ് ഓർ സർവീസസ് മൈനസ് മാർക്കറ്റ് വാല്യൂവിൽ നിന്ന്, അതിൻ്റെ മാർക്കറ്റ് പ്രൈസിൽ നിന്നും, അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് മീൻസ് സെല്ലിംഗ് പ്രൈസിൽ നിന്നും എന്തിനെ അങ്ങ് മാറ്റിക്കളയണം? പിന്നീട് ഇത് വിൽക്കാൻ വേണ്ടി എന്തെങ്കിലും കോസ്റ്റ് ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ, വിൽക്കാൻ വേണ്ടി സാധാരണ ഇൻകർ ചെയ്യുന്ന കോസ്റ്റ് ഇതിനെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഇതിനെ ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിലോ ഒക്കെ ഉണ്ടാകുന്ന കോസ്റ്റാണത്. അങ്ങനെ ഏതെങ്കിലും കോസ്റ്റ് ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും? നെറ്റ് റിയലൈസബിൾ വാല്യൂ കിട്ടും. അപ്പോൾ സ്റ്റോക്കിൻ്റെ എന്തൊക്കെ നമ്മുടെ കയ്യിൽ കാണും? കോസ്റ്റ് പ്രൈസും കാണും, നെറ്റ് റിയലൈസബിൾ വാല്യൂയും കാണും. അപ്പോൾ ഏതാണ് ലോവർ? അതാണ് നിങ്ങൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ കാണിക്കുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിലാണെങ്കിൽ സ്റ്റോക്ക് ഇസ് യൂഷ്വലി വാല്യൂഡ് അറ്റ് കോസ്റ്റ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിലാണെങ്കിൽ അതൊരിക്കലും നെറ്റ് റിയലൈസബിൾ വാല്യൂ ചെയ്യത്തില്ല. ഏത് തന്നെ വാല്യൂ ചെയ്യത്തുള്ളൂ? കോസ്റ്റ് പ്രൈസിൽ തന്നെ വാല്യൂ ചെയ്യുള്ളൂ. പിന്നീട് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഫെയിൽസ് ടു ഗൈഡ് ദ മാനേജ്മെൻറ്റ് ഇൻ ഫ്രെയിമിംഗ് പ്രൈസിംഗ് പോളിസി. അതായത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നോ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിൽ നിന്നോ ഒന്നും നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റിൻ്റെയോ സർവീസിൻ്റെയോ സെല്ലിംഗ് പ്രൈസിനെ ഫിക്സ് ചെയ്യാൻ സാധിക്കില്ല. ബട്ട് കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്സ് ദ മാനേജ്മെൻറ്റ് ഇൻ ഫിക്സിംഗ് ദ പ്രൈസ് ഫോർ ദി പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്. കാരണം നമ്മൾ ആ പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ സർവീസിൻ്റെ കോസ്റ്റ് കണ്ടെത്തും. ആ കോസ്റ്റിൻ്റെ കൂടെ എന്ത് ചെയ്യും? ഒരു പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്ത് നമ്മൾ എന്തിനെ ഫിക്സ് ചെയ്യാൻ പറ്റും? നമുക്ക് സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഫെയിൽസ് ടു പ്രൊവൈഡ് ദ ഫിക്സേഷൻ ഓഫ് സെല്ലിംഗ് പ്രൈസ്, വേറസ് കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്സ് ദ മാനേജ്മെൻറ്റ് ഇൻ ഫിക്സിംഗ് ദി സെല്ലിംഗ് പ്രൈസ് ഓഫ് പ്രോഡക്റ്റ് ഓർ സർവീസസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് ഡിഫറൻസ് ഇസ് financial accounting is quite independent of cost accounting, whereas cost accounting depends on financial accounting for information. ഇപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരിക്കലും കോസ്റ്റ് അക്കൗണ്ട് ഇവിടെ കമ്പൽസറി ഒന്നുമല്ല, കോസ്റ്റിംഗ് നടത്തണമെന്നൊന്നുമില്ല. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഇൻഡിപെൻഡൻ്റ് ആണ്. പക്ഷേ കോസ്റ്റ് അക്കൗണ്ടിങ് എപ്പോഴും എന്തുവഴി ഡിപ്പെൻഡ് ചെയ്തിരിക്കും? നമുക്ക് കുറച്ച് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഇൻഫർമേഷനും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും? കോസ്റ്റ് അക്കൗണ്ടിങ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറൻസ്. സാധാരണ ചോദിക്കാറുള്ളത് 4 മാർക്സിന് ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യനാണ് ഡിഫറൻസ് ബിറ്റ്വീൻ കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. അപ്പോൾ അത് നല്ല രീതിയിൽ പഠിച്ചു വെച്ചോണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ മെത്തേഡ്സ് ഓഫ് കോസ്റ്റിങ്ങും ടെക്നിക്സ് ഓഫ് കോസ്റ്റിങ്ങും ദെൻ കോസ്റ്റ് ക്ലാസിഫിക്കേഷനും ഇത്രയാണ് നോക്കാനുള്ളത്. ഓക്കെ.